രാഹുൽ ഗാന്ധി എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് മുഴുവൻ എടുത്ത് എല്ലാ ആളുകൾക്കും ഇത് കാണുമ്പോഴും കേൾക്കുമ്പോഴും വിശ്വാസ്യത ഉണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിൽ അദ്ദേഹം അതങ്ങ് ഉയർത്തിപ്പിടിച്ച് നമ്മളെല്ലാം മനസ്സിൻ്റെ അകത്ത് ഒരു കത്തിപ്പടരുകയാണ്. അത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി, ഞാൻ ഒരു കാര്യം പറയും, കള്ളവോട്ട് ചെയ്യുന്നത് കേരളത്തിലും ഇന്ത്യയിലും നേരത്തെയുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഒരു പരിമിതിയുണ്ട്. ഇതിന് പരിമിതിയില്ലാത്ത വിധം ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയേറെ പൂട്ടിയിട്ട വീട്ടിൻ്റെ അകത്ത്, ലാറ്ററിൻ്റെ അകത്ത് പോലും വോട്ടർമാരെ ചേർത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ നാട് എവിടെയാ? എന്ത് ജനാധിപത്യ? അപ്പോൾ ഈ ഭരിക്കുന്ന ഭരണകക്ഷി കള്ളവോട്ട് ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം മനസ്സുകൊണ്ട് ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുന്നു. ഇപ്പോൾ നിഷേധിക്കാൻ കഴിയുന്നില്ല അവർക്ക്. ആരെങ്കിലും നിഷേധിക്കുന്നുണ്ടോ? കാര്യമായിട്ട് BJPയുടെ നേതാക്കന്മാരാരെങ്കിലും എന്ത് പറയുന്നവർ? രാഹുൽ ഗാന്ധി പറഞ്ഞ് ശരിയല്ല, തെറ്റാണ് എന്ന് നെഞ്ഞത്ത് കൈവച്ച് പറയാൻ ഒരു BJP നേതാവുണ്ടോ? എന്തുകൊണ്ടാണ്? മനസ്സാക്ഷി കുത്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ആദ്യത്തെ സംഭവമാണ്. ഈ സംഭവം അത് തിരുത്തി മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയ നമുക്ക് ഇന്ത്യയിൽ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. കള്ളവോട്ടിൻ്റെ ഒരു രക്തസാക്ഷിയായിരുന്നു, ഭാഗികമായൊരു രക്തസാക്ഷിയായിരുന്നു ഞാൻ. 91 എടക്കാട് അസംബ്ലിയിൽ മത്സരിച്ചപ്പോൾ ഭരതനാണ് എനിക്ക് എൻ്റെ എതിർ സ്ഥാനാർത്ഥി. ആ ഭരതൻ്റെ സ്ഥാനാർത്ഥിത്വം ഭരതൻ ജയിച്ചു. ഭരതൻ്റെ വോട്ട് കൂടി ഞാനിത് കോടതിയിൽ പോയിട്ട് ഹൈക്കോടതിയിൽ പോയി, സുപ്രീം കോടതി വരെ അവർ പോയി. അവസാനം ഞാൻ ജയിച്ചതായി കോടതി പ്രഖ്യാപിച്ചിട്ടാണ് ഞാൻ ആദ്യം MLA ആവുന്നത് കേരളത്തിലെ നിയമസഭയിൽ. അത് എൻ്റെ ഒരു അനുഭവമാണ്. അതിൻ്റെ തിക്തമായ ഫലം അനുഭവിച്ചവനാണ് ഞാൻ. നമ്മുടെ എടക്കാട് എന്ന് പറയുന്ന അസംബ്ലി നിയോജക മണ്ഡലം CPMൻ്റെ കൊട്ടക്കൊത്തളാണ്. അവിടെ ആരും വേറെ ജയിക്കാൻ പാടില്ല എന്നാണ് അവരുടെ നിഗമനം. ജയിക്കാൻ പാടില്ല, അവർ ജയിച്ചേ മതിയാവും എന്നുള്ള മട്ടിൽ കള്ളവോട്ട് ചെയ്ത് അവർ വോട്ട് ചെയ്തു. അവസാനം അത് കോടതിയിലെത്തിയപ്പോൾ ഇതെല്ലാം പ്രൂവ് ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്നതാണ് ആ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന അവസാനത്തെ അതിൻ്റെ തീർപ്പ്.